ശരീരത്തിന് തെറ്റ് സംഭവിക്കുന്നു എന്നാണ് നമ്മുടെ തോന്നൽ. എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ട് പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു ശരീരത്തിൽ ഒരു തെറ്റ് സംഭവിക്കും എന്നിങ്ങനെയാണ് നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ആശ്ചര്യപ്പെടേണ്ടതുണ്ട്. കാരണം അത്രയും കോംപ്ലക്സ് ആണ് നമ്മുടെ ശരീരം, അതിസങ്കീർണം. നമ്മുടെ ഭാവനയിൽ അറ്റത്തില്ല. ഒരു കാൽവിരലിന്റെ അറ്റത്തുനിന്ന് തുടങ്ങിയാൽ പോലും നമുക്ക് പഠിച്ചു തീരാൻ ഈ ആയുസ് കൊണ്ട് പറ്റില്ല. അത്രയും സങ്കീർണമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത്രയും എന്താണ് കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പറയുക, അല്ല അത് തെറ്റാ, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മൾ വിധി എഴുതുകയാണ്. ഇന്ന രോഗം അവിടെ ഉണ്ട്, ഇന്ന രോഗം എവിടെയുണ്ട്, ഇന്ന രോഗം എവിടെയുണ്ട്, അതൊക്കെ തെറ്റുകളാ. ഈ തെറ്റുകളൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് തിരുത്തേണ്ടതാ. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ശരീരമല്ലല്ലോ ഇത്. നമ്മുടെ ബുദ്ധി കൊണ്ടല്ല ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ശരീരം ഉണ്ടാക്കിയതെന്ന് നമ്മൾ സമ്മതിക്കുന്നു. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ശരീരം നമ്മുടെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതും നമ്മൾ സമ്മതിക്കുന്നു. എന്നിട്ടും ഈ ശരീരത്തിൽ പല പല മാറ്റങ്ങൾ കാണുമ്പോൾ, നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പലതും കാണുമ്പോൾ നമ്മൾ പറയുന്നു, ശരീരത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റല്ലേ? ശരീരത്തിൽ ഒരു തെറ്റുണ്ടാക്കുമോ എന്നുള്ളത് നമ്മളിന്ന് ചിന്തിക്കേണ്ടതില്ലേ? അല്ലെ ഫാറ്റി ലിവർ ഉണ്ടാവുന്നു, നമുക്കത് തെറ്റാണ്. അപ്പോൾ ശരീരത്തിന് തെറ്റ് സംഭവിക്കുമോ? ശരീരത്തിന് തെറ്റ് സംഭവിക്കില്ല, പക്ഷെ നമുക്ക് തെറ്റ് സംഭവിക്കും. നമ്മളുടെ കയ്യിലുള്ള തെറ്റുകൊണ്ട് ശരീരം നിവൃത്തികേടിലേക്ക് പോകും. ഫാറ്റി ലിവർ വരാം, ഫൈബ്രോയിഡ് വരാം, ഗ്യാസ്ട്രൈറ്റിസ് വരാം, പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നമ്മുടെ കയ്യിൽ, നമ്മുടെ ജീവിത രീതിയിലത്തെ തെറ്റുകൊണ്ടാണ്. ജീവിത രീതി എന്ന് പറയുന്നത് ആഹാര രീതി മാത്രമൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഉറക്കം മുതൽ, നമ്മുടെ ഉണർച്ച മുതൽ, നമ്മുടെ ആഹാരം, നമ്മുടെ വ്യായാമം, കായികമായിട്ടുള്ള അധ്വാനക്കുറവ്, മാനസികമായിട്ടുള്ള പിരിമുറുക്കം, ജീവിക്കുന്ന അന്തരീക്ഷം, വായു, സകലതും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന സകലതും. ഈ ജീവിത രീതി എങ്ങനെയാണ്, നമ്മുടെ ജീവിതവും എങ്ങനെ പ്രകാരമാണോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരാം. അല്ലാതെ ഒരിക്കലും ശരീരത്തിനായിട്ട് തെറ്റ് സംഭവിക്കാൻ പറ്റില്ല. ശരീരം പരമാവധി ഒരു പെർഫെക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എല്ലാ വൈദ്യങ്ങൾക്കും ഇതറിയാം. ശരീരത്തിന് തിരികെ ആരോഗ്യത്തിലേക്ക് വരാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് എല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും മനുഷ്യനെ ചികിത്സിക്കുന്നത്. കാരണം എന്തായാലും തിരികെ ആരോഗ്യത്തിലേക്ക് വരാൻ സമ്മതമാണ്. ശരീരം അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ചെറിയ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ വേഗത കൂടിക്കോട്ടെ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്നതെല്ലാം ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളെ കുറിച്ചിട്ടാണ്. ആക്സിഡൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും അല്ല. അതൊന്നും രോഗമല്ല. നമ്മൾ രോഗം എന്ന് പറയുന്നത് എപ്പോഴാണ്? ജീവിതശൈലി രോഗം. ഇപ്പോൾ പകർച്ചവ്യാധിയുമല്ല, ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ. ഈ രോഗം എങ്ങനെയുണ്ടാവുന്ന ആ പേര് കൊണ്ട് തന്നെ അവിടെ പറയില്ലേ, ജീവിതശൈലിയിൽ അപാകതകളുണ്ട്, തെറ്റുകളുണ്ട്, അതുകൊണ്ടാണ് ഈ രോഗം വരുന്നതെന്ന് ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ സൊല്യൂഷനായിട്ട് അവിടെ ജീവിതശൈലിയിലുള്ള കറക്ഷനൊന്നുമല്ല ഈ നടക്കുന്നത്. എന്തുകൊണ്ട് ഈ പ്രശ്നമുണ്ടായി? ഞാൻ വിശന്നിട്ട് കരയുന്നു, അപ്പോൾ അതിന് സൊല്യൂഷൻ ഭക്ഷണം കഴിക്കലാവണ്ടേ? അല്ലാതെ എൻ്റെ കരച്ചിൽ മാറ്റാൻ സിനിമ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. വേറൊരു സൊല്യൂഷനാണ് ഈ നൽകുന്നത്. അപ്പോൾ സിനിമ കാണുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു പക്ഷേ വിശപ്പ് മറന്ന് അവിടെ ഇരിക്കുമായിരിക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങില്ലേ? കാരണം വിശപ്പ് മാറിയിട്ടില്ല. ഇതേ രീതിയിൽ ജീവിതശൈലിയിലെ തെറ്റുകൊണ്ടാണ് ഞാൻ നേരത്തിന് ഉറങ്ങുന്നില്ല, എന്നും 12 മണി വരെ 1 മണി വരെ ഞാൻ എൻ്റെ പണിയൊക്കെ ചെയ്തിരിക്കും, അല്ലെങ്കിൽ വായിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ മൊബൈലിൽ വെറുതെ റീലും കണ്ടിരിക്കും. ഇങ്ങനെ ഒരു കാരണം കൊണ്ട് എൻ്റെ ശരീരത്തിൽ ആരോഗ്യക്കുറവ് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം പകൽ മുഴുവൻ അധ്വാനിച്ച ശരീരത്തിന് രാത്രി റെസ്റ്റ് വേണം. പ്രകൃതി നിയമമാണത്. ഇരുട്ടിൽ കണ്ണ് കാണാത്തവരാണ് മനുഷ്യർ. കണ്ണ് കാണില്ലെങ്കിൽ അവരൊക്കെ കിടന്നുറങ്ങുക, അത്ര തന്നെയുള്ളൂ. അപ്പോൾ നമ്മളെ പക്ഷേ ലൈറ്റൊക്കെ വന്നതോടുകൂടി നമുക്ക് രാവും പകലും വലിയ വ്യത്യാസമില്ലാതെയായി. പ്രകൃതിക്ക് വ്യത്യാസമില്ലാതെയായിട്ടില്ല. ശരീരത്തിലെ കോശങ്ങൾക്കും രാവ് പകൽ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഓരോ കോശത്തിലും. ആ ക്ലോക്കിനനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുക, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല. രാത്രിയാവുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ, ഇതൊന്നും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് നിലനിർത്തിക്കൊണ്ട് ശരീരത്തെ വളരെ മനോഹരമായിട്ട് പ്രകൃതി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പലതിനെയും ഇടയിലേക്ക് കയറ്റി വിടുന്നത്.
അപ്പം അവിടെ ശരീരത്തോട് കൂറ് കാണിച്ചുകൊണ്ട്, അടുപ്പം കാണിച്ചുകൊണ്ട്, സ്നേഹം കാണിച്ചുകൊണ്ട്, കരുതൽ കാണിച്ചുകൊണ്ട് എല്ലാ കാലത്തും നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മളോടൊപ്പം നിൽക്കുന്നത് ഈ ശരീരം മാത്രമാണ്. ആ ശരീരത്തെ അത്രയും കരുതലോട് കൂടിയിട്ട് ഞാൻ നോക്കി പൊന്നിപ്പൊരുത്തി കൊണ്ടുപോയിക്കൊള്ളണം. മനസ്സ് മാത്രം ഉണ്ടായിട്ട് നമുക്കൊരു കാര്യമില്ല. ശരീരം കിടപ്പിലായി മനസ്സ് വളരെ ആക്റ്റീവായി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് ശരീരത്തിന് ചെറിയ സഹായങ്ങളെ വേണ്ടൂ. ശരീരം എപ്പോഴും ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് അതിനെ നമ്മൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് വരുത്താൻ വേണ്ടി പഠിപ്പിക്കേണ്ടതൊന്നുമില്ല. രോഗം മാറ്റാനായിട്ട് ശരീരത്തെ പഠിപ്പിക്കേണ്ട. രോഗം മാറ്റാൻ ശരീരത്തിനറിയാം. നമ്മൾ എന്ത് ചെയ്യണം? ആ രോഗം മാറാനായിട്ടുള്ള ശരീരത്തിൻ്റെ ശ്രമത്തെ നമ്മൾ തടയും. ആ തടയലൊന്ന് മാറ്റി വയ്ക്കണം.